ക്രിമിനൽ നിയമ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളും ലോക്സഭയിൽ പാസായി. സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച് 30 ദിവസത്തിനകം ദയാഹർജി നൽകണമെന്ന ബില്ലിൽ വ്യവസ്ഥ. ദയാഹർജി നൽകാനുള്ള അവകാശം ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമാണ്. അതേസമയം ബലാത്സംഗ കേസുകളിൽ അതിജീവതിയുടെ മൊഴി നിർബന്ധം. ബില്ലുകളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, സുപ്രധാനമായ ബില്ലുകൾ, സുപ്രധാനമായ നിരീക്ഷണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് പാർലമെന്റിൽ ലോക്സഭയിൽ വ്യക്തമാക്കിയത്? സുരേഷ, ഇന്ത്യൻ പീനൽ കോഡ് 1860, അതേപോലെ തന്നെ CRPC 1989, അതേപോലെ തന്നെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 എന്നിവയ്ക്ക് പകരമായാണ് 3 ബില്ലുകൾ അവതരിപ്പിച്ചത്. 3ഉം ലോക്സഭയിൽ പാസ്സായിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിത, അതേപോലെ തന്നെ ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത, ഭാരതീയ സാക്ഷ്യ ബിൽ എന്നിവയാണ് ലോക്സഭയിൽ പാസ്സായിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഈ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതുവരെയായിട്ടും ഭാരതത്തിൽ നിലനിന്നിരുന്ന കൊളോണിയൽ സംസ്കാരത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ അതിന്റെ അവശേഷിപ്പുകളായി നിലനിന്നിരുന്ന നിയമങ്ങളിലാണ് ഇപ്പോൾ വലിയ പൊളിച്ചെഴുത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ഭാവി തലമുറയ്ക്ക് ഉള്ള ഒരു മുതൽക്കൂട്ടായി കൂടി ഇതിനെ പരിഗണിക്കേണ്ടി വരുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരമായി വന്നിരിക്കുന്ന ഭാരതീയ ന്യായ സംഹിതയിൽ ശിക്ഷയേക്കാൾ കൂടുതൽ നീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന നിയമങ്ങളാണ് ഇതിൽ കൂടുതലായി എഴുതി ചേർത്തിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, CRPCയിൽ നേരത്തെ 484 വിഭാഗങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അത് 531 വിഭാഗങ്ങളായി കൂട്ടിയിട്ടുണ്ട്. മാത്രമല്ല, 177 വിഭാഗങ്ങളിൽ പൂർണ്ണമായും മാറ്റം വരുത്തിയിട്ടുണ്ട്. 9 പുതിയ വിഭാഗങ്ങൾ ഇതിൽ കൂടുതലായി ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 39 പുതിയ ഉപവിഭാഗങ്ങളും ഇതിൽ എഴുതി ചേർത്തു. മാത്രമല്ല, 44 പുതിയ വ്യവസ്ഥകളും ഈ പുതിയ ബില്ലിൽ എഴുതി ചേർത്തു എന്നുള്ളതാണ്. അതായത് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയിൽ ചേർത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ന്യായത്തിനും നീതിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രീതിയിലാണ് ഈ ബില്ല് അവതരിപ്പിച്ചത്, അല്ലെങ്കിൽ ബില്ലിലെ നിയമങ്ങൾ ഓരോന്നും അക്കമിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. അതായത് കൂടുതൽ ശിക്ഷ അതിൽ ന്യായവും ധർമ്മവും നീതിയും നോക്കി കുറ്റവാളികൾക്ക് ശിക്ഷ വിധിക്കത്തക്ക രീതിയിലാണ് പുതിയ ബിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് അതായത് നന്ദൻ, ഈ വൈദേശികമായ ഈ ബ്രിട്ടൻ കൊളോണിയൽ സംസ്കൃതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങളായിരുന്നു ഈ ഭാരതം ഇതുവരെയും പിന്തുടരുന്നത്. പക്ഷേ അതിൽ നിന്നൊക്കെയും സമൂലമായൊരു പരിവർത്തനം, സമഗ്രമായൊരു മാറ്റം, ഭാരതീയമായിട്ടുള്ള നിയമ സംഹിതകളിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം, അത് തന്നെയാണ് അമിത്ഷാ വ്യക്തമാക്കിയത്, അല്ലേ? തീർച്ചയായിട്ടും. അതായത് ബ്രിട്ടീഷ് കൊളോണിയൽ സംസ്കാരത്തിന്റെ അവശേഷിപ്പുകളാണ് ഇന്ന് രാജ്യത്തുണ്ടായിരുന്ന IPC ആണെങ്കിലും CRPC ആണെങ്കിലും ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണെങ്കിലും. എന്നാൽ അതിൽ പൂർണ്ണമായും ഒരു പൊളിച്ചെഴുത്ത് തന്നെയാണ് BJP സർക്കാർ ഉദ്ദേശിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഈ ബില്ല് അവതരിപ്പിച്ചതും ഇപ്പോൾ ബില്ല് പാസ്സായിരിക്കുന്നതും. അതായത് നീതിന്യായ സംഹിതകളിൽ അല്ലെങ്കിൽ നീതിന്യായങ്ങളിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ശിക്ഷാ നടപടികളിലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് ബില്ല് അവതരിപ്പിച്ചതും അതിൽ പാസ്സായിരിക്കുന്നതും. അതേപോലെ തന്നെ ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പെട്ടെന്നുള്ള വിചാരണ, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മോഷണം, അതേപോലെ തന്നെ ഭീഷണിപ്പെടുത്തൽ, അങ്ങനെയുള്ള ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് പെട്ടെന്നുള്ള വിചാരണ വരെ നടപ്പാക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല, 3 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കേസുകളിൽ മജിസ്ട്രേറ്റിനെ പെട്ടെന്ന് തന്നെ വിചാരണ നടത്തിക്കൊണ്ട് ശിക്ഷാ നടപടികളിലേക്ക് കടക്കാമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഈ കുറ്റകൃത്യങ്ങൾ ചെയ്ത ശേഷം രാജ്യം വിട്ടവർ, നമുക്കറിയാം, 100 കണക്കിന് ആൾക്കാർ അങ്ങനെ രാജ്യം വിട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് മുംബൈ സ്ഫോടന കേസിലെ പ്രതികളടക്കം അങ്ങനെ രാജ്യം വിട്ടിട്ടുണ്ട്. അമിത്ഷാ ഇന്ന് പ്രധാനമായും ലോക്സഭയിൽ സൂചിപ്പിച്ചത് ജമ്മു കാശ്മീരിലടക്കം ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ നടത്തി പലരും പാകിസ്ഥാനിൽ അഭയം തേടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ അത്തരക്കാർക്ക് ഇനി രക്ഷയില്ലാത്ത സാഹചര്യമാണ്. അതായത് ഈ കോടതിയിൽ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 90 ദിവസത്തിനകം അവർ കോടതിയിൽ ഹാജരായില്ലെങ്കിൽ അവരുടെ അഭാവത്തിൽ വിചാരണ തുടരാം, അല്ലെങ്കിൽ വിചാരണ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും സുപ്രധാന കാര്യം. അവർക്കായി ഒരു പബ്ലിക് പ്രോസിക്യൂട്ടറെ സർക്കാർ തന്നെ നിയമിക്കും. അങ്ങനെ അവർ ഹാജരായില്ലെങ്കിൽ കൂടിയും ഈ വിചാരണ നടപടികളിലേക്ക് കടക്കുകയും അവർ ഏത് രാജ്യത്താണോ ഉള്ളത് അവരെ ഈ തിരിച്ച് ഭാരതത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള നിയമ നടപടികളിലേക്ക് കടക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാരതീയ ന്യായ സംഹിതയിൽ കൃത്യമായി എഴുതി ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറെ പ്രത്യേകത. മാത്രമല്ല, കൂടുതലും ഈ ഹ്രസ്വമായ പ്രോസിക്യൂഷൻ നടപടി
കടക്കുന്ന രീതിയിൽ, അതായത് നമുക്കറിയാം ഇപ്പോൾ പല കേസുകളും വലിയ രീതിയിൽ നീണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട വിചാരണ നടപടികൾ നീണ്ടുപോകുമ്പോൾ നീതി ലഭിക്കേണ്ടവർക്ക് പലർക്കും നീതി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചെറിയ കുറ്റകൃത്യങ്ങൾക്ക് ചെറിയ വിചാരണ, അതായത് ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വിചാരണ നടത്തിക്കൊണ്ട് ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. മാത്രമല്ല ഇതിൽ ഏറ്റവും പ്രധാനം ഈ രാജ്യവിരുദ്ധ നടപടികൾക്കെതിരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങൾ, അല്ലെങ്കിൽ ഈ മാതൃരാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയും അല്ലെങ്കിൽ രാജ്യസുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് കടുത്ത ശിക്ഷാ നടപടികളിലേക്ക് കടക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പുതിയ ഈ നിയമ സംഹിതകൾ കാര്യങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അത്തരം ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് രാജ്യത്തെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി രക്ഷപ്പെടുകയോ ചെയ്യുന്നവർക്ക് ഒരു തരത്തിലും ഇനി ഈ വിചാരണ നടപടികൾ വിട്ടുപോകാൻ സാധിക്കാത്ത രീതിയിലുള്ള നടപടികളിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. എന്നതിനൊപ്പം തന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ IPCക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത ബില്ലാണ് ലോക്സഭയിൽ പാസ്സായത്. ഇനി ഈ ലോക്സഭ പാസ്സാക്കി ഇനി ഇതിനുള്ള മറ്റു നടപടിക്രമങ്ങൾ ഏത് തരത്തിലായിരിക്കും? 3 ബില്ലുകളും ഇതിനോടകം തന്നെ ലോക്സഭയിൽ പാസ്സാക്കിയിരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക കമ്മിറ്റിയിൽ ഈ ബില്ല് വീണ്ടും ചർച്ചയ്ക്ക് പോകും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരിപ്പിച്ചപ്പോൾ ചില കൂട്ടിച്ചേർക്കലുകളും അതേപോലെ തന്നെ ചില അതിൽ നിന്നും ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ രണ്ടാമതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇതിപ്പോൾ സഭയിൽ അവതരിപ്പിച്ചത്. അങ്ങനെയാണ് ഇതിപ്പോൾ ഇത് പാസ്സായിരിക്കുന്നത്. ഇതിനുശേഷം ഇനി ഇത് മറ്റ് അതായത് കോടതികളിലേക്ക് പോകുന്നതിന് മുന്നോടിയായി ഇനി ഒരു അന്തിമ പരിശോധനയ്ക്ക് കൂടി വിധേയമാക്കിക്കൊണ്ട് ഇത് പ്രാവർത്തികമാക്കുന്ന തരത്തിലേക്കായിരിക്കും ഇനി കാര്യങ്ങൾ എത്തി നിൽക്കുക. സുരേഷ്. യെസ്, നന്ദനൊപ്പം തന്നെ നന്ദൻ പറഞ്ഞതുപോലെ തന്നെ ഈ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ശക്തികൾക്ക് കൃത്യമായ താക്കീത്, കൃത്യമായ ഇടപെടൽ, കൃത്യമായ മറുപടി തന്നെയാണ് സർക്കാർ ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഒരു കൂടുതൽ പിന്തുണ, കൂടുതൽ ഫലം നൽകുന്ന രീതിയിൽ തന്നെയാണ് ഈ പുതിയ ബില്ലുകളും വരുന്നത് അല്ലേ? അതായത് രാജ്യസുരക്ഷയെ ഒരു തരത്തിലും ബാധിക്കില്ല, രാജ്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള സംരക്ഷണം അത് ഊട്ടിയുറപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് പുതിയ നിയമങ്ങളും വരുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അതായത് കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിട്ടവർ, അമിത്ഷാ അദ്ദേഹത്തിന്റെ വാക്കുകൾ കടമെടുത്താൽ കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിട്ടവർ 100 കണക്കിന് ആൾക്കാരാണ്. അത് മുംബൈ സ്ഫോടന കേസിലെ പ്രതികളടക്കം അത്തരത്തിലായിരുന്നു അവരുടെ നീക്കങ്ങൾ ഉണ്ടായിരുന്നത്. മാത്രമല്ല ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണങ്ങൾ നടത്തി നിരന്തരം ഇത്തരം ആൾക്കാർ പാകിസ്ഥാനിൽ അഭയം തേടുന്ന സാഹചര്യമുണ്ട്. അവരെ വിചാരണയ്ക്ക് ലഭിക്കുകയോ അല്ലെങ്കിൽ അവരെ ശിക്ഷിക്കുവാനുള്ള നടപടികളിലേക്ക് കടക്കുവാനോ ഒന്നും തന്നെ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇനി അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുന്ന രീതിയിലാണ് പുതിയ ബില്ലുകൾ ഉണ്ടായിരിക്കുന്നത്. അതായത് കൃത്യം ഈ കോടതിയിൽ ഈ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ 90 ദിവസം, ആ 90 ദിവസത്തിന് ശേഷവും പ്രതി ഹാജരായി. ഇപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് MR അഭിലാഷ് ശരിയാണ്. അഭിലാഷ്, ഈ നിർണായകമായ ക്രിമിനൽ ബില്ലുകളിലാണ് ലോക്സഭ ഇപ്പം പാസ്സാക്കിയിരിക്കുന്നത്. IPCക്ക് പകരമുള്ള ഭാരതീയ ന്യായ സംഹിത ബിൽ ലോക്സഭ പാസ്സാക്കിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ ഒരു പുതിയ ബില്ലുകളെ താങ്കൾ സമീപിക്കുന്നത്? ഇപ്പോൾ പറഞ്ഞു കേൾക്കുകയുണ്ടായി ഇപ്പോൾ പാസ്സാക്കിയതിനെ കുറിച്ച്. പ്രസിഡന്റിന്റെ ദയാ ഹർജി പ്രസിഡന്റിന് കൊടുക്കുന്നത് 30 ദിവസത്തിനകം സുപ്രീം കോടതി വധശിക്ഷ അംഗീകരിച്ചതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നൊരു പ്രൊവിഷൻ ഉണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. അത് പാസ്സാക്കിയ രൂപം നമുക്ക് ആത്യന്തികമായിട്ട് ആക്ടിന്റെ കോപ്പി കിട്ടിയെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ കഴിയൂ. എങ്കിൽ തന്നെയും ഈ 30 ദിവസം എന്നുള്ളത് അങ്ങനെ കഠിനമായിട്ട് നിയമത്തിൽ നിഷ്കർഷിക്കുന്നതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ കോടതി അതിനപ്പുറത്തും ഇങ്ങനെയുള്ള നടപടിക്രമങ്ങൾ, അതായത് ഏതെങ്കിലും തരത്തിൽ താമസിക്കുകയാണെങ്കിൽ ദയാഹർജി നടപടിക്രമത്തിന്റെ ഭാഗമായിട്ട് തള്ളപ്പെടുമെന്ന് നിഷ്കർഷിക്കാൻ കഴിയത്തില്ല. കാരണം കണ്ടംപ്റ്റ് പ്രിസണറായി കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം 30 ദിവസത്തിനുള്ളിൽ തന്നെ ദയാഹർജി കൊടുക്കുന്നതിന്റെ സാങ്കേതികത്വവും അതിന്റെ മാനങ്ങളും അത്തരം ഒരു ദയാഹർജി തയ്യാറാക്കുവാനുള്ള സാഹചര്യവും ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു സമയപരിധി നിശ്ചയിക്കുക നിയമപ്രകാരം എന്നത് നിയമപരമായിട്ട് അനുവദനീയമാണ് എന്ന് തോന്നുന്നില്ല. ഭരണഘടനയുടെ 14, 21 വകുപ്പുകൾക്ക് ഒരുപക്ഷെ വിരുദ്ധമായിട്ട് അത് കണക്കാക്കപ്പെട്ടേക്കാം. പിന്നെ തീർച്ചയായിട്ടും ദയാഹർജി ആരാണോ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടത് അദ്ദേഹത്തിന് മാത്രമേ കൊടുക്കാൻ കഴിയൂ എന്നും ഇപ്പൊ പാസ്സാക്കപ്പെട്ട നിയമത്തിൽ ഒരു ക്ലോസ് ആയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു കണ്ടംപ്റ്റ് പ്രിസർവായിരിക്കുന്ന ഒരാൾക്ക് പലപ്പോഴും അത് കഴിഞ്ഞെന്ന് വരില്ല.
അങ്ങനെ വരുമ്പോൾ ബെസ്റ്റ് ഫ്രണ്ട്, അത് കോടതി നടപടികളിലൊക്കെ ഈ പൈറോക്കാർ എന്ന നിയമത്തിൽ പറയുന്ന അടുത്ത സുഹൃത്തോ കുടുംബാംഗമോ ഒക്കെ ആയിരിക്കാം ഇങ്ങനെ ഹർജി കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലും അങ്ങനെ ഒരു വ്യക്തിക്ക് അതിനെക്കുറിച്ച് അതിനൊരു സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ടിന് കൊടുക്കുവാനുള്ള നിയമപരമായിട്ടുള്ള ഒരു വഴി തുറക്കുന്നുണ്ടാവും കോടതിയുടെ മുൻപിൽ അത് പരിശോധനയ്ക്ക് വരികയാണെങ്കിൽ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുടെ കോംപ്ലക്സിറ്റീസ് നമുക്ക് ആത്യന്തികമായിട്ട് എങ്ങനെയാണ് ആ പ്രൊവിഷൻസ് ഫ്രെയിം ചെയ്തിരിക്കുന്നത് എന്നത് ആക്ടിന്റെ ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞെങ്കിൽ മാത്രമേ പറയാനൊക്കൂ. പക്ഷേ ഇതൊക്കെ വളരെ ഗൗരവകരമായിട്ടുള്ള വിഷയമാണ്. എം.ആർ. അഭിലാഷ്, ഇപ്പോൾ മറ്റ് നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഈ ഭീകരവാദവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ശക്തമായ ഒരു ശിക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നീട് ഈ ആൾക്കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടും സുപ്രധാനമായ നിർദ്ദേശങ്ങളുണ്ട്. ഇതിനെ ഈ രീതിയിലുള്ള നിയമങ്ങൾ എങ്ങനെ കാണുന്നു താങ്കൾ? തീർച്ചയായിട്ടും മോബ് ലിഞ്ചിങ്ങിനൊക്കെ വളരെ ശക്തമായിട്ടുള്ള ശിക്ഷ വേണം എന്ന ജസ്റ്റിസ് ദീപക് മിശ്ര ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്ത് 2018 സുപ്രീം കോടതി നിഷ്കർഷിക്കുകയുണ്ടായി. അപ്പൊ അതിനെയൊക്കെ കേട്ടുകൊണ്ടാണ് ഇപ്പോൾ അത്തരത്തിൽ ശക്തമായിട്ടുള്ള ശിക്ഷയുമായിട്ട് നിയമം വരുന്നത്. തീർച്ചയായിട്ടും ശ്ലാഘനീയമാണ്. പിന്നെ രാജ്യദ്രോഹ കുറ്റം, അത് ഇപ്പോ സെഡിഷൻ എന്ന് പറയുന്ന പ്രൊവിഷൻ ഇന്ത്യൻ പീനൽ കോഡിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിന്റെ നിയമപരത സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് അത് സംബന്ധിച്ച് പുതിയൊരു നിയമം കൊണ്ടുവരുന്നത്. അപ്പൊ ആത്യന്തികമായിട്ട് അത് പാസാക്കിയ ക്ലോസ്, നിയമത്തിൽ വന്നിരിക്കുന്ന സെക്ഷൻസിന്റെ പൂർണ്ണ രൂപം ഇപ്പോൾ വ്യക്തമല്ല. അത് വായിച്ചതിന് ശേഷം മാത്രമേ എത്രത്തോളം അത് ഇന്ന് നിലനിൽക്കുന്ന ഹർജികളുടെ വെളിച്ചത്തിൽ എത്രത്തോളം നിയമപരമാണ് എന്ന് പറയാൻ കഴിയുകയുള്ളൂ. രാജ്യദ്രോഹ കുറ്റത്തിന് ശിക്ഷ കൂടുതലായിട്ട് നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷേ ആ ഒഫൻസിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്നൊക്കെ നാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആക്ട് പാസ്സാക്കിയതിന്റെ ഫോം രൂപം അവൈലബിൾ ആണെങ്കിൽ മാത്രമേ അതിനെക്കുറിച്ച് നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ എം.ആർ. അഭിലാഷ്. ഈ ഒരു സമയം ഞങ്ങളോട് സഹകരിച്ചതിന്. ഏതായാലും ക്രിമിനൽ നിയമപരിഷ്കാരവുമായി ബന്ധപ്പെട്ട 3 ബില്ലുകളും ലോക്സഭയിൽ പാസ്സായി കഴിഞ്ഞു. സുപ്രീം കോടതി വധശിക്ഷ ശരിവെച്ച് 30 ദിവസത്തിനകം ദയാഹർജി നൽകണമെന്ന ബില്ലിൽ വ്യവസ്ഥയുണ്ട്. ദയാഹർജി നൽകാനുള്ള അവകാശം ശിക്ഷിക്കപ്പെട്ട വ്യക്തിക്ക് മാത്രമാണ്. അതേസമയം ബലാത്സംഗ കേസുകളിൽ അതിജീവിതയുടെ മൊഴി നിർബന്ധം. വിശദാംശങ്ങളാണ് എസ് നന്ദഗോപൻ ഡൽഹിയിൽ നിന്ന് നൽകിയത്.